കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം. രാവിലെ 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിലതാ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടു. ആ സച്ചിദാനന്ദ കട്ടയെ കാണാൻ ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി അതാ അവർ മുന്നോട്ട് നടക്കണു. ആ സോപാനപ്പടിയുടെ മുന്നിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണനെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവുന്നു. ആ സച്ചിദാനന്ദ കട്ടയുടെ ആ പൊന്നിൻ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാം. എല്ലാവരും കണ്ണടക്കി ഒരു നിമിഷം ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിനകത്ത് വിളങ്ങുന്ന ആ പൊന്നുണിയെ എല്ലാവരും വിചാരിക്കൂ. അതാ കണ്ണൻ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ വരുന്നു. ആ പൊന്നുണ്ണി കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കണ്ണനെ ഒന്ന് ലാളിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണന് ഒരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. ആ സ്നേഹത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചോളൂ, ഉറക്കെ വിളിച്ചോളൂ. ആ കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും. അതുറപ്പാണ്. നാരായണ 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 ഉറക്കെ ഒരു സങ്കോചവും കൂടാതെ എല്ലാവരും വിളിച്ചോളൂ. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. ആ സ്നേഹത്തോടുകൂടിയുള്ള വിളിയിൽ ആ കണ്ണൻ മയങ്ങുന്നതാണ്. ആ കണ്ണൻ നമ്മുടെ അടുത്ത് എത്തുന്നതാണ്. വേണ്ടതെല്ലാം നമുക്ക് തരുന്നതാണ്. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം ദിവസേന ഉപാസിച്ചോളൂ. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ കൈമാറിത്തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം. കലികാലത്ത് നമുക്ക് ഉപാസിക്കുവാൻ പറ്റിയ ചെറിയ ഒരു മന്ത്രമാണ് ഇത്. ഇതിനത്രയും ശക്തിയുണ്ട്. എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.